കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിൽ നിതിൻ രാജിന്റെ മരണത്തിന് ഉത്തരവാദികളായ കോളേജ് പ്രിൻസിപ്പലിനെയും വകുപ്പ് മേധാവിയെയും അധ്യാപകരെയും അറസ്റ്റ് ചെയ്യുന്നതുവരെ സമരം കേരളത്തിൽ തുടരുമെന്ന് ആക്ഷൻ കൗൺസിൽ. ഏപ്രിൽ 28 നടത്തിയ ഹർത്താൽ തകർക്കുവാൻ പോലീസ് തെരുവുഗുണ്ടകളെ പോലെ പെരുമാറുകയും കള്ളക്കേസിൽ കുടുക്കി പ്രവർത്തകരെ പീഡിപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു. കേസ് ക്രൈംബ്രാഞ്ചിന് വിടാനുള്ള തീരുമാനം ഹർത്താലിന്റെ വിജയമാണെന്നും ജുഡീഷ്യറിയുടെ കർശനമായ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തണമെന്നും ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടു. ഇപ്പോൾ നിതിൻ രാജിന്റെ ഈ അന്വേഷണം ഇന്നലെ ഹർത്താൽ കഴിഞ്ഞപ്പോൾ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കാൻ നിർബന്ധിതമായി. ഞങ്ങളുടെ ആവശ്യമൊന്നുമില്ല, കുടുംബത്തിന്റെ ആവശ്യമില്ല. അപ്പൊ ഹർത്താലിന്റെ പുറവിൽ അതൊക്കെ നടക്കുന്നുണ്ട്. ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കാൻ കാരണം പോലീസ് വീഴ്ച വരുത്തിയത് ഇപ്പം പിടികിട്ടിയോണ്ടാണ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചത്. ഇപ്പോൾ ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെടുന്നത് ജുഡീഷ്യറിയുടെ മേൽനോട്ടത്തിൽ കേസ് അന്വേഷണം നടത്തണം. അതല്ലാതെ ഇതിന്റെ വസ്തുത പുറത്തോട്ട് വരത്തില്ല. കാരണം കണ്ണൂർ രാഷ്ട്രീയത്തിലെ പ്രഗത്ഭന്മാരായ ചില ആളുകളാണ് ഈ അധ്യാപകരെ സംരക്ഷിക്കുന്നത് എന്നാണ് ആക്ഷൻ കൗൺസിൽ സൂചിപ്പിക്കുന്നത്. പത്തനംതിട്ട തിരുവല്ലയിൽ നടന്ന സംഭവത്തിൽ ക്യാൻസർ രോഗിയാണെന്ന് സമരക്കാർ അറിഞ്ഞത് വൈകിയാണ്. ക്യാൻസർ രോഗിയുമായി സംസാരിച്ചതിന്റെ പേരിൽ സമരസമിതി നേതാവിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് ജയിലിൽ അടച്ചത് വധശ്രമത്തിനാണ്. ബസ്സിൽ നിന്നിറങ്ങി കാൽനടയായി വന്ന ഇവർ മാധ്യമങ്ങളോട് സംസാരിച്ചതിന് ശേഷം മാത്രമാണ് സമരം ചെയ്തവരോട് സംസാരിച്ചത്. പിന്നീട് ഇവരെ പോലീസ് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ പെരുപ്പിച്ചു കാണിച്ചതൊഴിച്ചാൽ ഹർത്താൽ പൊതുവെ സമാധാനപരമായിരുന്നു എന്നും ഇവർ പറഞ്ഞു. ഹർത്താലിൽ പൊതുമുതൽ നശിപ്പിച്ചതുമായോ ജീവനക്കാരെയോ ആവശ്യ സർവീസുകളെയോ ആക്രമിച്ചതായോ ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നുള്ളതും സമരസമിതി ചൂണ്ടിക്കാണിക്കുന്നു. സമരസമിതിക്കാർക്ക് എതിരെ കേസ് എടുക്കുവാനുള്ള അവധിക്കാല കോടതിയുടെ തീരുമാനം ഇരട്ട നീതിയാണെന്നും ഇത് മേൽക്കോടതിയിൽ ചോദ്യം ചെയ്യുമെന്നും നേതാക്കൾ പറഞ്ഞു. നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട ഈ നിലവിലെ അന്വേഷണം തൃപ്തികരമല്ലെന്നും ജുഡീഷ്യറിയുടെ കർശനമായ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തണമെന്നും സമരസമിതി ആവശ്യപ്പെട്ടു. ആക്ഷൻ കൗൺസിലിന് വേണ്ടി ചെയർമാൻ കെ സുരേഷ്, ജനറൽ കൺവീനർ സണ്ണി എം കപ്പിക്കാട്, കെ അംബുജാക്ഷൻ, AK സജീവ്, VP ജോയ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.